ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 19-ാം തീയതി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന 20 ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ മറ്റ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുക. 20 ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീഡിയോസിലുള്ള ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വായനാ ദിന ക്വിസ് മത്സരത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം അറിയാവുന്നവർക്ക് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്കിപ്പോൾ തന്നെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ആരൊക്കെയാണ് വിന്നേഴ്സും എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം വള്ളത്തോളാണ്. ഇനി ആരൊക്കെയാണ് നമ്മൾ വിന്നേഴ്സായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് നിത ശശികുമാർ, റിത, അഭിറാം, സന്മാർ, റിയ CS, ഫൈഹ മെഹറിൻ MS, നിയുക്ത, അദ്വിക്, ആദിൽ BK, നിവിൻരാജ് KR, ജ്യാതിഷ T, ഹാദിയ, നന്ദ, അനന്തലക്ഷ്മി S, അമൻ ഘോഷ്, അശ്വിൻ, ആവണി, നവതേജ്, നിരൻ P എന്നിവരാണ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ഉത്തരം അറിയുന്നവർ വീഡിയോ അവസാനം വരെ കണ്ട് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജയ ജയ കേരള കോമളധരണി എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? കുറേ കുട്ടികൾക്ക് ക്വിസ് മത്സരമാവുമ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം മറന്നു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറന്നു പോവാതിരിക്കാൻ ഓരോ ചോദ്യം വായിച്ച ശേഷവും നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് ടൈമർ തരുന്നുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബ്രെയിനിൽ അതൊരിക്കൽ കൂടി മെമ്മറൈസ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്കത് മറന്നു പോവാതിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും. ജയ ജയ കേരള കോമളധരണി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചിരിക്കുന്നത് ബോധേശ്വരനാണ്. ഇദ്ദേഹം സുഗതകുമാരി ടീച്ചറുടെ പിതാവാണ്. അപ്പോൾ ഉത്തരം ബോധേശ്വരൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള സിംഹം എന്ന ചരിത്ര നോവൽ ആരാണ് എഴുതിയിരിക്കുന്നത്? കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയിരിക്കുന്നത് സർദാർ KM പണിക്കർ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർദാർ KM പണിക്കർ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. അവസാനത്തെ അത്താഴം അഥവാ ലാസ്റ്റ് സപ്പർ എന്ന പ്രസിദ്ധ ചിത്രം വരച്ചത് ആരാണ്? ആ ചിത്രമാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചിത്രം വരച്ചതാരാണ്? വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമാണിത്. ലാസ്റ്റ് സപ്പർ എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര്. ഈ ചിത്രം വരച്ചിരിക്കുന്നത് ഡാവിഞ്ചിയാണ്. നാലാമത്തെ ചോദ്യം: പിയത്ത എന്ന പ്രസിദ്ധ ശില്പത്തിൻ്റെ നിർമ്മാതാവ് ആരാണ്? പിയത്ത എന്ന ശില്പത്തിൻ്റെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ശില്പത്തിൻ്റെ നിർമ്മാതാവ് ആരാണ്? പിയത്ത എന്ന പ്രസിദ്ധ ശില്പത്തിൻ്റെ നിർമ്മാതാവാണ് മൈക്കൽ ആഞ്ചലോ. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മൈക്കൽ ആഞ്ചലോ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉറൂബ് എന്ന പെൻ നെയിമുള്ള എഴുത്തുകാരൻ ആര്?
PC കുട്ടിക്കൃഷ്ണൻ എന്ന എഴുത്തുകാരൻ്റെ തൂലികാനാമമാണ് ഉറൂബ് എന്ന് പറയുന്നത്. 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. ചോദ്യം നമ്പർ 6. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഈ വരികൾ വളരെ പ്രശസ്തമാണ്. ഈ വരികൾ ആരുടേതാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഈ വരികൾ അക്കിത്തത്തിൻ്റെതാണ്. അപ്പോൾ ഇത്തരം പ്രശസ്തമായ വരികൾ ചോദിച്ചുകൊണ്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുക. വീഡിയോയിലെ 7-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? AR രാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. അപ്പോൾ ആരാണ് കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്? AR രാജവർമ്മ. 8-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാരായണീയത്തിൻ്റെ കർത്താവ് ആരാണ്? നാരായണീയത്തിൻ്റെ കർത്താവ് ആര്? മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയാണ് നാരായണീയത്തിൻ്റെ കർത്താവ്. 8-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി. 9-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈയൊരു ചോദ്യവും പ്രശസ്തമായ വരികൾ തന്നുകൊണ്ട് അത് ആരുടേത് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പാടിയത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഈ പ്രശസ്തമായ വരികൾ പാടിയത് വള്ളത്തോളാണ്. 9-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വള്ളത്തോൾ. വീഡിയോയിലെ 10-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10-ാമത്തെ ചോദ്യം ഇതാണ്. ഹാജർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? നിങ്ങളെല്ലാവരും ഹാജർ എന്ന് കേട്ടിട്ടുണ്ടാവും. ആ ഒരു പദം മലയാളത്തിലുള്ള പദമല്ല. ആ ഒരു പദം നമ്മൾ എടുത്തിരിക്കുന്നത് അറബി ഭാഷയിൽ നിന്നാണ്. 10-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അറബി. വീഡിയോയിലെ 11-ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എഴുതിയതാര്? വളരെ പ്രശസ്തമായ നോവലാണിത്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് SK പൊറ്റക്കാടാണ്. ഉത്തരം SK പൊറ്റക്കാട്. 12-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വൈത്തിപ്പട്ടർ എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിൽ ഉള്ളതാണ്? 12-ാമത്തെ ചോദ്യം ഇതാണ്. വൈത്തിപ്പട്ടർ എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? വൈത്തിപ്പട്ടർ എന്ന കഥാപാത്രം ഉള്ളത് ശാരദ എന്ന് പറയുന്ന പ്രശസ്തമായ നോവലിലാണ്. ഈ ശാരദ എന്ന് പറയുന്ന നോവൽ രചിച്ചിരിക്കുന്നത് O ചന്തുമേനോനാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ 2 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. വൈത്തിപ്പട്ടർ എന്ന പ്രശസ്ത കഥാപാത്രമുള്ളത് ശാരദ എന്ന നോവലിലാണ്. ശാരദ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം O ചന്തുമേനോൻ. 13-ാമത്തെ ചോദ്യം ഇതാണ്. സൂര്യ നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രം ഏത് നോവലിലാണുള്ളത്? സൂര്യ നമ്പൂതിരിപ്പാട് എന്ന കഥാപാത്രമുള്ളത് ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിലാണ്. ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിനെ പറ്റി നിങ്ങൾക്കറിയാം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ്. ഈ ഒരു ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലും രചിച്ചിരിക്കുന്നത് O ചന്തുമേനോനാണ്. അപ്പോൾ O ചന്തുമേനോൻ്റെ 2 നോവലാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ആദ്യം പരിചയപ്പെട്ടത് ശാരദ, ഇപ്പോൾ പരിചയപ്പെട്ടത് ഇന്ദുലേഖ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത തന്നെയാണ്. പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. 14-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആര്?
കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കർത്താവാണ് രാമപുരത്തു വാര്യർ. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏത്? ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം വർത്തമാന പുസ്തകമാണ്. ഈയൊരു വർത്തമാന പുസ്തകം എന്ന് പറയുന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് പാറമേക്കാൽ തോമ കത്തനാരാണ്. അപ്പോൾ ഇത് ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണിത്. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലാമണി അമ്മ. വീഡിയോയിലെ 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഈയൊരു പഴഞ്ചൊല്ല് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈയൊരു പഴഞ്ചൊല്ലിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ്. അതായത് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല, അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഈ ഒരു പഴഞ്ചൊല്ലിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. വീഡിയോയിലെ 18ാമത്തെ ചോദ്യം. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പാടിയത് ആരാണ്? ഈയൊരു വരികൾ പാടിയതും വള്ളത്തോൾ തന്നെയാണ്. അപ്പോൾ വള്ളത്തോളിൻ്റെ പ്രശസ്തമായ 2 വരികൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തന്നെയാണ്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം. സൂഫി പറഞ്ഞ കഥ ആരുടെ കൃതിയാണ്? സൂഫി പറഞ്ഞ കഥ എന്ന കൃതി ആരുടേതാണ്? കെ.പി. രാമനുണ്ണിയുടെ കൃതിയാണ് സൂഫി പറഞ്ഞ കഥ. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കെ.പി. രാമനുണ്ണി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിൽ PDF-ൻ്റെ രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി, അതായത് നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, ആ PDF നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. PDF അവിടെ ലഭിക്കുന്നതാണ്. 20ാമത്തെ ചോദ്യം ഈ വീഡിയോയിലെ അവസാന ചോദ്യമാണ്. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം. വയലാർ ഗർജിക്കുന്നു എന്ന കവിത ആരുടേതാണ്? ചോദ്യം ഇതാണ്. വയലാർ ഗർജിക്കുന്നു എന്ന കവിത ആരുടേത്? വയലാറിനെ പറ്റി വയലാർ ഗർജിക്കുന്നു എന്ന കവിത രചിച്ചിരിക്കുന്നത് P. ഭാസ്കരനാണ്. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് P. ഭാസ്കരൻ. ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ഏതാണ്? അപ്പോൾ ഈ ഒരു നോവലിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങൾ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ ഓർത്തു വെക്കുക. കാരണം പേര് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് അക്കൗണ്ടിൻ്റെ പേര് നോക്കിയാൽ മനസ്സിലാവുന്നതല്ല. അതുകൊണ്ട് ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് 20 ചോദ്യങ്ങൾ അടങ്ങിയ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു 20 ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി ഇപ്പോൾ തന്നെ കാണുക. ഇതെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വായനാ ദിനത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.